കൊച്ചിയിലെ മാലിന്യം എന്ത് ചെയ്യുമെന്ന് ആശങ്കപ്പെടുന്നവർ നിരവധിയാണ്. അങ്ങനെ ആശങ്കയുള്ളവർ തൊട്ടടുത്ത ജില്ലയായ ആലപ്പുഴയിലേക്കൊന്ന് വരണം. ആലപ്പുഴയിലെ നഗരമാലിന്യങ്ങൾ എത്തിച്ചിരുന്നത് ഇവിടേക്കാണ്. ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഇവിടേക്കുള്ള മാലിന്യ നീക്കം നിലച്ചതോടുകൂടിയാണ് ആലപ്പുഴ നഗരസഭ പുതുമാർഗം കണ്ടെത്തിയത്. ആലപ്പുഴയിലെ നഗരമാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുകയാണ്. ജൈവമാലിന്യങ്ങൾ എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റുകളിലൂടെ വളമാക്കി മാറ്റും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കും. നഗരത്തിലെ പൊതുസ്ഥലങ്ങളിലെ മരങ്ങളിൽ നിന്നുള്ള കരിയിലകൾ പോലും ഇവിടെ വളമായി മാറുകയാണ്. ഈ എയറോബിക് ബിന്നുകൾ സ്ഥാപിക്കുന്നത് വഴി വീടുകളിലെ ജൈവ മാലിന്യം നമുക്ക് തരംതിരിച്ച ശേഷം ഇവിടെ നിക്ഷേപിക്കുക. ഇത്തരം പ്ലാന്റുകളിൽ നിക്ഷേപിക്കുന്ന ഒരു പ്രക്രിയയാണുള്ളത്. ഇവിടെ വരെ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കിച്ചൺ ബിൻ ഓരോ വീടുകളിലേക്കും കിച്ചൺ ബിൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ജൈവവളത്തിനെ കൃഷിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഓരോ എയറോബിക് ബിന്നുകളോടും ചേർത്ത് ഇത്തരത്തിൽ ഓരോ ചെറിയ പൂന്തോട്ടം അല്ലെങ്കിൽ പച്ചക്കറി കൃഷിത്തോട്ടം ഇവയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വേറിട്ട പദ്ധതികളിലൂടെ ശ്രദ്ധേയമാവുകയാണ് ആലപ്പുഴയിലെ മാലിന്യ സംസ്കരണം. ഒപ്പം സ്വന്തം വീട്ടിലെ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കുകയെന്ന സംസ്കാരം കൂടി വളരുകയാണ് ഇവിടെ. നമുക്കും വേണം ഇത്തരം അംഗീകാരങ്ങൾ. അതുകൊണ്ട് പത്തനംതിട്ടയിൽ ഇത്തവണ തോമസ് ഐസക്